അതായത് അങ്ങനെ അത് ഒരു വളരെ ദുരൂഹമായ ഒരു ആരോപണമാണ്. അത് മമ്മൂട്ടിക്ക് തന്നെ അറിയാം. മമ്മൂട്ടി എന്നെ കഥ കേട്ടിട്ട് ആണ് ഈ പടം അക്സെപ്റ്റ് ചെയ്തത്. പാർട്ട് ബൈ പാർട്ട് ആദ്യം മുതലേ അയാളെ വെച്ചാണ് ആരംഭിച്ചത് പടം. അപ്പോൾ അർജുനൊന്നുമില്ല. പിന്നെ അർജുൻ്റെ റോളും പുള്ളിക്ക് നല്ലപോലെ അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് അഭിനയിച്ചത്. ഇതിൽ ഞങ്ങൾ വന്നിട്ട് മാക്സിമം രണ്ടുപേരെയും ബാലൻസ് ചെയ്യാൻ നോക്കി. കാരണം ഈ പടം വന്ന് തമിഴിലും ഓടണം, മലയാളത്തിലും ഓടണം. അതുകൊണ്ട് അർജുന് പേരില്ലാതാക്കി മമ്മൂട്ടിക്ക് പേര് കൊടുത്ത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അർജുന് ഒരു ആക്ഷൻ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അത് ഈക്വലായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്തു. അല്ലാതെ ക്ലൈമാക്സിന് മുമ്പേ തന്നെ മമ്മൂട്ടിക്ക് നല്ല അതിമനോഹരമായ, അതായത് എൻ്റെ ജനങ്ങൾ ഫാൻസ് മാത്രമല്ല പടം കാണുന്ന അത്ര ആൾക്കാരും ക്ലാപ്സ് അടിക്കത്തക്ക രീതിയിൽ ഒരു ആക്ഷൻ ബ്ലോക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. 20 ലക്ഷം രൂപ ഞാൻ മുടക്കി. പക്ഷേ അത് ശരി വരുന്നില്ല. അദ്ദേഹം വന്നിട്ട് ഞങ്ങൾ ഡിമാൻഡ് ചെയ്ത്, അതായത് ആ ആക്ഷന് വേണ്ട 20% പോലും പെർഫോം ചെയ്തില്ല. അദ്ദേഹം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അയാൾക്ക് മുട്ട് വലിക്കുന്നു, അത് വലിക്കുന്നു, ഇത് വലിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഡ്യൂപ്പാണ് ഡോർ അടച്ച് ഉള്ളിൽ വീഴുന്നത്. ആ വീണ് കിടക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് അയാൾക്ക് ഷൂട്ട് ചെയ്യാനും ടെററിസ്റ്റ് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയില്ല. വളരെ പാളിപ്പോയി സീന്. അതുകൊണ്ട് അത് കേൾക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അത് ക്ലൈമാക്സിന് മുമ്പ് വരുന്ന സീനായിരുന്നു. ആ സീൻ വളരെ ചുരുക്കമാണ്. ആ സീന് ഞാൻ ചുരുക്കം ഒരു കോപ്പി ചെയ്തത് ഞാൻ CD-യിലിട്ട് മിച്ചം മമ്മൂട്ടിക്ക് കൊടുത്തു. കണ്ടിട്ട് അത് അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതെന്താ സീനെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിൽ ടെററിസ്റ്റ് പറയും ഇവനെ മല്ലിക്കിനെ രക്ഷപ്പെടുത്താൻ എത്രയും വേഗം പുറത്തു കൊണ്ടുവരണം, നമുക്ക് സമയം വളരെ പരിമിതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ ആക്ഷൻ ബ്ലോക്കാണ്. അതായത് അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ടെററിസ്റ്റും ഇവിടെ നിന്നുള്ള 2 ടെററിസ്റ്റും ചേർന്നിട്ട് ഒരു മെറ്റേണിറ്റി വാർഡ് ഇത് ചെയ്യും. അവിടെ കൊണ്ട് ബാമ്പൊക്കെ വെച്ചിട്ട് പറയും മല്ലിക്കിനെ വിട്ടില്ലെങ്കിൽ ഇത് വിടുമെന്ന്. ഇത് മമ്മൂട്ടി. അപ്പോൾ അർജുനില്ല. അർജുൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ വന്നിട്ട് വെള്ളിയാഴ്ച നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുനെ അടിച്ചിട്ട് കിട്ടുന്നില്ല. ഉടനെ മമ്മൂട്ടി തന്നെ പോലീസുമായിട്ട് പോകുന്നു. ആ കോറിഡോറിൻ്റെ വെളിയിൽ വെച്ചിട്ട് മോണിറ്ററിൽ സീൻ ഇയാൾ അകത്ത് നടക്കുന്നത് എന്താണെന്ന് കാണുന്നു. അപ്പോൾ ടെററിസ്റ്റ് ഉണ്ട്. അപ്പം ജനിച്ചു വീഴുന്ന കൊച്ചു പിഞ്ചു പിള്ളേരും കുട്ടികളും അമ്മമാരും നിന്ന് വിറയ്ക്കുന്നതും കുട്ടികളുടെ കരച്ചിലും ഇതെല്ലാം അയാൾ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് മോണിറ്ററിൽ. ഇവരിങ്ങനെ ഇത് ബോംബും വെച്ച് ടേബിളിൻ്റെ പുറത്ത് ബോംബ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ വന്ന് പറക്കുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ഈ ടെററിസ്റ്റ് എന്ത് ചെയ്യും, ഹെലികോപ്റ്ററിൽ പാരാ ആർമി ഇറങ്ങുകയാണോ എന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ തരണത്തിൽ മമ്മൂട്ടിയുടെ സ്പോണ്ടോണിയസ് ആക്ഷനാണ്. അതായത് ഡോർ ഇടിച്ച് പടത്ത് വന്ന് ഉരുണ്ട് വീണ് ഈ ടെററിസ്റ്റിനെ ഷൂട്ട് ചെയ്യുന്നതാണ് സീന്. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ അമ്മമാർ 30 അമ്മമാരെയും കുട്ടികളെ അറേഞ്ച് ചെയ്തിരുന്നു. ആ കുട്ടികളെല്ലാം കൊണ്ട് ഇയാളുടെ കാലിൽ വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയെടുത്ത് കുമ്പിട്ട് കരയുന്നതാണ് സീന്. എന്ത് ക്ലാപ്സ് കിട്ടിയിരിക്കും പടത്തിന്. 20 ലക്ഷം രൂപ ചിലവായിട്ട്. അതായത് 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ ഉള്ള കുട്ടികളെ കിട്ടാൻ എന്ത് ബുദ്ധിമുട്ടിയെന്നറിയോ. അത്ര ബുദ്ധിമുട്ടിച്ച് എടുത്തിട്ട് സീന് ശരിയായിട്ട് വന്നില്ല, എടുത്തില്ല. 20 ലക്ഷവും മുടക്കി ഇത് ചെയ്തില്ല. അതുപോലെ പല സീനും ഉണ്ട്. പുള്ളി കാരണം നമുക്ക് എടുക്കാൻ പറ്റാതെ പോയത്. പുള്ളി അഭിനയം ശരി വരാത്തതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല. അല്ലാതെ മമ്മൂട്ടിക്ക് തന്നെയാണ് പ്രാധാന്യം എല്ലാ രീതിയിലും പടത്തിൽ. മമ്മൂട്ടി തന്നെയാണ് ഹീറോ. മമ്മൂട്ടി വന്ന് അർജുനെ അസിസ്റ്റൻ്റായിട്ടാണ് എടുക്കുന്നത്. പറയുന്നില്ലല്ലേ, അർജുൻ്റെ അസിസ്റ്റൻ്റല്ല മമ്മൂട്ടി. മമ്മൂട്ടിയാണ് കമാൻഡർ ഓപ്പറേഷൻ്റെ. അതിൻ്റെ അസിസ്റ്റൻ്റ് ചെയ്യാനാണ് അർജുൻ എടുത്തിരിക്കുന്നത്. എവിടെയും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അത് ഈ ചോദ്യം അയാളോട് തന്നെ ചോദിക്കേണ്ടതാണ്. പക്ഷേ മമ്മൂട്ടിയുടെ തന്നെ ഫാൻസോ ഈ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രചരണം നടത്തുന്നവർ അയാളോട് തന്നെ ചോദിക്കണം എന്താണ് ഇതിന് കാരണം. അല്ല, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അതായത് ഞാനിപ്പോൾ ഈ മീറ്റിൽ ഇതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ധരണത്തിൽ വന്നിട്ട് കംപ്ലീറ്റ് ഇന്ത്യൻ ജനത, കേരള പ്രേക്ഷകർ എന്തൊക്കെ നടന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അറിയും. പറഞ്ഞില്ലല്ലേ, ഈ ധരണത്തിൽ വന്ന് ഞാൻ ഇതൊന്നും വിശദീകരിക്കാനോ ചെയ്യാനോ ഇരിക്കുന്നില്ല. എന്തൊക്കെയാണ് പ്രോബ്ലംസ്, എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് പടം നീണ്ടുപോയി, ഇതെല്ലാത്തിനും അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ പറയാൻ വീക്ഷിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഊഹതയിൽ എന്താന്ന് പറഞ്ഞാൽ, ഈ മമ്മൂട്ടി 39 മിനിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അർജുനും അത്രേ കാണത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും അർജുൻ കാണത്തില്ല. രണ്ടുപേരും ഒരുമിച്ച് എല്ലാ സീനിലും ഉണ്ട്. മമ്മൂട്ടിക്ക് ഒരു സോങ് ഉണ്ട്, അർജുൻ ഒരു ആക്ഷൻ ബ്ലോക്ക് എക്സ്ട്രാ ഉണ്ട്, പിന്നെ ഒരു ചേസ് എക്സ്ട്രാ ഉണ്ട്. ആ ആക്ഷൻ ബ്ലോക്കിന് പകരമാണ് നമ്മൾ മമ്മൂട്ടിയുടെ ആക്ഷൻ ഇട്ടിരുന്നത്. അതും ടുവേർഡ്സ് ക്ലൈമാക്സ്. മനസ്സിലല്ലേ, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ എടുത്ത് ഇടിക്കുന്ന ക്ലൈമാക്സിൽ തന്നെ
ഫയറിങ്ങിൽ വന്നിട്ട് ഒരു ജമ്പേ ഉള്ളൂ പുള്ളി ജമ്പ് ചെയ്ത് ഫയർ ചെയ്യുന്നത്. നമ്മൾ 4 ജമ്പാണ് പ്ലാൻ ചെയ്തത്. പുള്ളിയെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ജമ്പ് എടുക്കാൻ പെട്ട പാട് ഞങ്ങൾക്കറിയാം. എന്ത് താങ്ങി പിടിച്ച് അയാളെ വലിച്ച് കെട്ടി ക്ലാപ്സൊക്കെ അടിച്ച് എടുത്തിട്ടാണ് ആ ഒരു ജമ്പ് എടുത്തിരിക്കുന്നത്. അതുപോലെ 4 പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ 2 മേലെ 2. അതൊക്കെ വന്നെങ്കിൽ ഓഡിയൻസിന് ഫുൾഫിൽ ആയിരുന്നു. അത് ചെയ്യാൻ വൈകി അങ്ങനെ കൊണ്ട് ചെയ്യാൻ വൈകി ഞങ്ങളാണ് ഉത്തരവാദി. ആ ഒരു ഇതിന് മാത്രം ഞാൻ 32 lakhs ചിലവാക്കി. അതും വിചാരിച്ച പോലെ വന്നില്ല. അത് നേരെ മറിച്ച് അത് അർജുനായിരുന്നെങ്കിൽ അതിമനോഹരമായിട്ട് ചെയ്തേനെ. നേരത്തെ എടുത്ത 20 ലക്ഷത്തിൻ്റെ സീനോ ഈ കുട്ടികളെ സേവ് ചെയ്യുന്നതോ ഇതൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ മാക്സിമം അങ്ങനെ നമുക്ക് വേണം. അങ്ങനെ പടത്തിൽ എല്ലാ രീതിയിലുള്ള ആക്ഷനും വേണം എന്ന് പറഞ്ഞ് ചെയ്തു. പക്ഷേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഇത് അങ്ങേരെ അടുത്ത് തന്നെ ചോദിച്ചാൽ പറയുമല്ലോ. അങ്ങനെ അതിന് നമ്മളെന്ത് ചെയ്യാൻ പറ്റും? എന്ത് അതെ എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കണം. നമ്മൾ സ്ക്രിപ്റ്റ് എൻ്റെതാണ്. അതുകൊണ്ട് മമ്മൂട്ടി ആണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. അന്നത്തെ ഈ പടം ഞാൻ ആസൂത്രണം ചെയ്യുമ്പോൾ, ഈ പടം ഞാൻ ആരംഭിക്കുമ്പോൾ അന്ന് മമ്മൂട്ടിയാണ് എനിക്ക് പ്രൈം. മമ്മൂട്ടി അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പോലെയാണ്. മനസ്സിലായില്ലേ? മമ്മൂട്ടിയെ വന്ന് ഞാൻ എല്ലാവർക്കും അറിയാം. മമ്മൂട്ടിയുടെ ഇനീഷ്യൽ സ്റ്റേജിലും മമ്മൂട്ടിയെ ഒരു രീതിയിൽ കൊണ്ടുവന്നതേ ഞാനാണ്. അത് അങ്ങേർക്കും അറിയാം. പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ മമ്മൂട്ടിയെ യാതൊരു കാരണവശാലും അർജുനും എനിക്ക് ഒരു സംബന്ധമില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനും അർജുനും വരുന്നത്. അറ്റ്ലീസ്റ്റ് മമ്മൂട്ടിയും ഞാനും ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഞാൻ പടം എടുത്തിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് പല പടങ്ങൾ. ഈ കൊച്ചി തമ്മാടിയൊക്കെ തന്നെ അങ്ങനെ ഹീറോ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്, അല്ലെങ്കിൽ വാങ്ങിക്കത്തില്ല. അപ്പോൾ അതുപോലെയൊക്കെയുള്ള റിലേഷനുണ്ട്. സംസാരിക്കുന്നില്ല. അത് കാരണം അങ്ങേര് ഞാൻ പറയട്ടെ, അങ്ങേർക്ക് കുറച്ചെങ്കിലും ഈ പടത്തിനോട് എന്തെങ്കിലും ഇത് അങ്ങേരുടെ പടമാണ്, ഇത് അങ്ങേരുടെ കൊണ്ട് അങ്ങേര് തന്നെ ഫാൻസ് അസോസിയേഷൻ വിളിച്ച് പറയണ്ടേ ഇങ്ങനത്തുള്ള പ്രചരണം ചെയ്യരുതെന്ന്. പക്ഷേ എനിക്ക് എന്താ തോന്നുന്നു പറഞ്ഞാൽ അങ്ങേരുടെ സ്വന്തം പടമാണ് പ്രാഞ്ചിയേട്ടൻ. പറഞ്ഞില്ലേ? അപ്പോൾ ആ പ്രാഞ്ചിയേട്ടൻ ഓടാനും ഇതിനെ ഓടിക്കാതിരിക്കാനും വേണ്ടി ഇവരെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആലോചിക്കില്ല. അത് പ്രത്യേകിച്ച് ഈ മമ്മൂട്ടിയെ പോലുള്ള ഒരു സ്റ്റാറിനെ വെച്ചിട്ട് ആലോചിക്കില്ല. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ലെറ്റ് ദ പീപ്പിൾ നോ. അതായത് ഒരു ബ്ലാസ്റ്റ് ഉണ്ട് പടത്തിൽ. വില്ലൻ വന്നിട്ട് അവൻ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാസ്റ്റ്, ഭയങ്കരമായ ബ്ലാസ്റ്റിൽ അതിൽ 10-26 പേര് ചാകുന്നതായിട്ടും 10-30 പേർക്ക് ആക്സിഡൻ്റ് ആകുന്നതാണ്. അതിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ശരിയായില്ല. അപ്പോൾ ഡയലോഗ് റൈറ്ററും അസിസ്റ്റൻ്റ് ഞാൻ കണ്ടിട്ട് പറഞ്ഞ് സന്തോഷേ, അത് സാധനം പുള്ളിയുടെ റിയാക്ഷൻ പോരാ. കാരണം പുള്ളിയാണ് കമാൻഡർ, പുള്ളിയുടെ ഓപ്പറേഷൻ കമാൻഡർ ഇങ്ങനെ നടന്നിരിക്കുകയാണ്, ആ ഒരു ഫീല് വേണം ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പോയി പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? അത് മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത്, ജനങ്ങൾ കണ്ടോളൂ. ഇത്ര ഒരു അഹന്തത ഏതൊരു നടനും പാടില്ല. അങ്ങേര് അഹന്തയുടെ ഉച്ചഘട്ടത്തിലാണ്. ഉച്ചഘട്ടത്തിൽ പറഞ്ഞാൽ അങ്ങനത്തെ അത് അങ്ങേരാണ് മലയാളം സിനിമ എന്നുള്ളതാണ് അങ്ങേരുടെ ഒരു നിഗമനം. അങ്ങേര് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അങ്ങേര് എത്ര ഡയറക്ടേഴ്സ് എത്ര പ്രൊഡ്യൂസേഴ്സിനെ വെള്ളം കുടിപ്പിക്കുന്ന എന്താ എല്ലാ സ്റ്റോറികളും നമുക്കും അറിയാം. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം എനിക്കുണ്ടാകുന്ന ഇത് ഞാൻ അടുത്ത അടുത്തവരുണ്ട് എൻ്റെ അടുത്ത് പറയും. ഇങ്ങനെ ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണ്, ഈ പടം തീർന്നു കഴിയുമ്പോൾ എല്ലാവരും അത് മറന്ന് ശരി എന്ന് പറഞ്ഞ് പോകുന്നു. വീണ്ടും ഇയാൾ ഒരു ഡേറ്റ് കൊടുത്താൽ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പലരും പോകുന്നു. ഇതാണ് പ്രശ്നം. അയാൾ പ്രശ്നം സമീപകാലത്ത് റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരൊറ്റ ഡയറക്ടർ അടുത്ത് പോലും അയാൾ പ്രശ്നം ഉണ്ടാക്കാതിരുന്നിട്ടില്ല. അത് കാരണമാണ് അയാൾ ഇപ്പോൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നത്. അല്ല, ഇതിനൊക്കെ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കണം. അല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അത് റിയാക്ഷൻ പോരാ എന്ന് ഒന്നുകൂടെ ഒരു ഫീലിംഗ് വേണം. ആ ഡെഡ് ബോഡിയും ആ മരിച്ചു കിടക്കുന്നവരെയൊക്കെ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ അയാൾ പറയാണ് മമ്മൂട്ടിയാണ് അഭിനയിക്കുന്നത്, ജനങ്ങൾ കണ്ടോളൂ. അപ്പോൾ എന്ത് അഹന്തതയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അല്ല, എങ്ങനെ ആലോചിക്കുന്നത്? ഇതാണ് ഹീറോയുടെ ട്രെൻഡ്. ഇതിപ്പോൾ നമ്മളുമായിട്ട് വളരെ അടുത്തുള്ള ഒരു ഹീറോയുടെ സംഭവമാണ്. അറിയാത്തവരുടെ എന്തായിരിക്കും ആർക്കെന്തറിയാം. നല്ലവരും കാണാം, ചീത്തയും കാണാം. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരനുഭവം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും പച്ചവെള്ളം കണ്ടാലും ചൂടുവെള്ളമെന്ന് വിചാരിക്കും. അതേമാതിരിയാണ് അത്. ഞാൻ വന്നിട്ട് ഒരു പ്രസ് മീറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വെക്കും. അപ്പോൾ ഡെഫിനറ്റായിട്ട് എന്താണെന്നുള്ളത് മലയാള പ്രേക്ഷകരും എറണാകുളത്ത് തന്നെ വെക്കും. എറണാകുളത്ത് തന്നെ വെക്കും. അതായത് എല്ലാ സംഭവങ്ങളും ഞാൻ തുറന്ന് വെളിച്ചത്താക്കും. എല്ലാവരും അറിയട്ടെ. ഈ വളരെ അതായത് ഭയങ്കര സൂപ്പർ സ്റ്റാറുകളെന്നും ഭയങ്കര ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്നും പറഞ്ഞ് മറ്റുള്ള രീതിയിൽ അഹംഭവിച്ച് നടക്കുന്നവർ കാണിക്കുന്ന ഹീനമായ സംഭവങ്ങൾ എല്ലാ
ജനതകളും അറിയട്ടെ. അവർ ഇപ്പോൾ ഈ ആരാധനയ്ക്കും ഇതിനൊക്കെ അവർ അർഹരാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓക്കെ.